നിങ്ങളെ ചോദ്യം ഇതാണ്, ഒരു ഗ്രാമത്തിലെ ജനസംഖ്യ 24,000-ൽ നിന്നും 28,000-ആയി വർദ്ധിച്ചു. അങ്ങനെങ്കിൽ വർധനവിൻ്റെ ശതമാനം. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. 24,000 ആയിരുന്നു അവിടുത്തെ ആദ്യത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഒറിജിനൽ വാല്യൂ 24,000 എന്ന് അസ്യൂം ചെയ്യാം. അത് എത്രയായി വർദ്ധിച്ചതാ? 28,000-ആയി വർദ്ധിച്ചെന്നാണ് പറയുന്നത്. അങ്ങനെങ്കിൽ എൻ്റെ കുട്ടികളൊന്ന് ചിന്തിച്ചേ, 24,000 28,000 ആയി എന്ന് പറയുമ്പം എത്രൻ്റെ വർധനവാണ് അവിടെ വന്നത്? ഒരു 4,000-ൻ്റെ വർധനവാണ് പോപ്പുലേഷനിൽ ഉണ്ടായത്. അപ്പം വർധനവ് എത്ര എന്ന് ചോദിച്ചാൽ 4,000-ൻ്റെ വർധനവ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വർധനവിൻ്റെ ശതമാനം എത്രന്നാ. ഓക്കെ ആണോ? അപ്പം നമുക്കറിയാം 24,000 ആണല്ലോ അവിടുത്തെ ഒറിജിനൽ വാല്യൂ, ആദ്യത്തെ പോപ്പുലേഷൻ 24,000. ഈ വിലയിലോട്ടാണ് ഇൻക്രിമെൻറ്റ് വന്നത്. അപ്പം 24,000 ആണ് 100% എന്ന ഒറിജിനൽ വാല്യൂ. എന്താ കണ്ടുപിടിക്കേണ്ടത്? 4,000 എന്ന ഇൻക്രിമെൻറ്റ് എത്ര ശതമാനമെന്നാ കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് ചെയ്താൽ പോരെ? പറയൂ. 4,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ താഴെ എത്രയാ? 24,000 താഴെ വരും. ഇനി ക്യാൻസലേഷൻ നോക്കിയാൽ മതിയല്ലോ. എങ്ങനെ വെട്ടിക്കളയാം? 4,000 കയറി 24,000-നെ വെട്ടും. 4,000 ഗുണം 6 ആണ് 24,000. അപ്പം ബാക്കി എന്താ എൻ്റെ കുട്ടികളെ വരുന്നേ? ഒരു 100 ഉണ്ട്, ഒരു 6 ഉണ്ട് അല്ലേ? 100/6% ഒന്ന് കിട്ടും. ഇതിനൊന്നും കൂടെ വെട്ടി ചെറുതാക്കുമ്പോൾ എന്ത് വരും? 100/6-നെ 2 വെച്ച് വെട്ടിയാൽ അത് 50/3 എന്ന് വരും അല്ലേ? നമുക്കൊന്ന് ഹരിച്ചു നോക്കിയാലോ. 50/3 എത്ര എന്നറിയാനായിട്ട് ഞാൻ ഹരിക്കുവാണ്. 50-നെ 3 കൊണ്ട് ഹരിച്ചാൽ 16 ഗുണം 3 48 എൻ്റെ കുട്ടികൾക്കറിയാം. ശിഷ്ടം എത്രയാ? 2. അപ്പം നമ്മുടെ ആൻസർ എത്രയാ? 16 ആൻഡ് 2/3% വർധനവാണ് അവിടെ പോപ്പുലേഷനിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.